ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. കിച്ചണിലെ പണിയും അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിച്ച് ഞാൻ നേരത്തെ കുളിച്ചാറുണ്ട് വിളക്കൊളുത്താട്ടോ. നമ്മുടെ രണ്ട് സൈഡിലും അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കാണിക്കാറുണ്ട്. തിങ്കളാഴ്ച ദിവസം ഞാനിങ്ങനെ ഇത്ര നേരത്തെ എനിക്കാറില്ല. പിന്നെ അങ്ങോട്ട് എണീറ്റു. പിന്നെ ഇന്ന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കണേ. ദോശയും തക്കാളി ചമ്മന്തി ഓൾറെഡി റെഡിയാണ്. ഞാൻ ദോശ ഇന്നലെ നമ്മൾ ബിബിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറയാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് അധികം ദോശമാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ദോശയാണ് ചൂടുന്നത്. ദോശയാണ് ഇത് അപ്പാണോ കുറച്ച് കട്ടിയാണ് തൊട്ട്. എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ എനിക്ക് പണിയൊന്നും തുടങ്ങി, അതുകൊണ്ട് വട്ടത്തിൽ ചൂടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ചെമ്മീൻ ചോറായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ കുറച്ച് കുഞ്ഞു ചെമ്മീൻ പറ്റിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ചോറിടുക, ഉപ്പിടുക, എന്നിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കറിയൊന്നും വേണ്ട. ത്രിലോകിന് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് തന്നെ തിന്നാൻ വെറുതെ തിന്നുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ത്രിലോകിന് ഉച്ചത്തേക്ക് വെച്ചത്. പിന്നെ രാവിലത്തേക്ക് അപ്പവും തക്കാളി ചമ്മന്തിയും സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആക്കാനുള്ളൂ. അപ്പോഴത്തേക്കും ത്രിലോകി എനിക്ക് വന്ന് സെറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്നുണ്ട് കേട്ടോ. ആശാൻ്റെ മെയിനുള്ള പ്രശ്നം ഇത്രയും മഴയുണ്ടല്ലോ മഞ്ജു, നമ്മൾ ഇനി എങ്ങനെ പോകുന്ന കേട്ടോ. മഴ നനയോന്നാണ് ആളുടെ കൺസേൺ കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ആക്കോ എന്നെ ബിബി ആക്കോന്നാ കേട്ടോ. ഞങ്ങൾ അതൊന്നും വഹിക്കാതെ ഞാൻ ടവലാക്കാണ്. ബിബി ത്രിലോകിനെ വിളിച്ചുകൊണ്ട് കുളിക്കാനും പല്ലേക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ത്രിലോകിനെ ഡ്രസ്സ് പകുതി ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. പിന്നെ ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ബെൽറ്റോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയാണ്. ഇപ്പം പിന്നെ ഷൂവും ഷോക്സറിൻ്റെ കാര്യമില്ല. നല്ല മഴയായതുകൊണ്ട് നമുക്ക് സാൻഡിൽ ഉപയോഗിക്കാം കേട്ടോ. ബ്ലാക്ക് സാൻഡിൽ ഉപയോഗിക്കാം. പിന്നെ ത്രിലോകിനെ കുറച്ച് ക്രീമൊക്കെ പറ്റിക്കൊന്നും ഭയങ്കര ഇഷ്ടമാട്ടോ. ചുമ്മാ അതുകൊണ്ട് ക്രീം പറ്റണ പോലെ കാണിച്ചു കൊടുത്താട്ടോ. പിന്നെ അതേ ഇവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 8 മണിക്കാണ് അവർക്ക് ക്ലാസ് തുടങ്ങണം. അപ്പോൾ 7:50 ഇവിടെ നിന്ന് ഇറങ്ങിയത് 2 കേസുള്ളൂ. പിന്നെ ക്ലാസ്സിലൊക്കെ ഒന്ന് കയറ്റി ഇരുത്തി കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും ബേബി എന്തോ പറഞ്ഞ് നിന്നു ഇതാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ എല്ലാവരും കൂടി ഇറങ്ങാണ്. ഇപ്പം ഈ മഴ കുറഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റെയിൻ കോട്ട് ഇടണ്ട. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ആട്ടോ പോയത്. ത്രിലോകിന് മടിയാണ്. എന്തോ സ്കൂൾ ബസ്സിൽ പോകണമെന്നുണ്ട്, പക്ഷെ നമ്മളോട് പറയാനൊരു മടി പോലെ കേട്ടോ. സ്കൂൾ ബസ്സിൽ പോകാനുള്ള ദൂരവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം നമ്മൾ മാറ്റിയത് കേട്ടോ. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബിബിക്കുള്ള ചോറൊക്കെ എടുത്തു വെച്ചു കേട്ടോ പോകാനുള്ളത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ബിബിയുടെ യൂണിഫോം ഇന്ന് ഉണങ്ങിയിട്ടില്ല എന്ന്. ഞാൻ വർഷങ്ങളായിട്ട് ബിബിയുടെ യൂണിഫോമോ ത്രിലോകിൻ്റെ യൂണിഫോമോ ഒന്നും തേക്കാറില്ല കേട്ടോ. കാരണം ഞാൻ കത്തിച്ചിട്ടുള്ളത് കൊണ്ടൊന്നല്ല, ഞാൻ തേക്കാറില്ല, അത് തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ തേച്ച് കൊടുത്തു കേട്ടോ. കാരണം എൻ്റെ ഒരു മിസ്റ്റേക്കും കൊണ്ടാണ് ഇന്നത് ഉണങ്ങാതെ പോയത്. സോ ഞാൻ അത് തേച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരപ്പോ എടുത്താട്ട് തിന്നുള്ളൂ. കാരണം എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് വയറ് നിറച്ച് തിന്നണ്ടെന്ന് വിചാരിച്ചോട്ടെ. പിന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് സമാധാനമായി വീട്ടിലിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.